എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും ബിസിനസ് ഓണേഴ്സിനൊക്കെ വരുന്ന പ്രശ്നമാണ് എത്ര സ്പെൻഡ് ചെയ്തിട്ടും അവർ വിചാരിച്ച സെയിൽസ് ആ ബിസിനസ്സിന് കിട്ടണില്ല എന്നുള്ളത്. അഥവാ നമ്മളിപ്പോ കിട്ടുന്ന സെയിൽസിനാട്ടി കുറച്ചും കൂടി സെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ഫണല് നിങ്ങളെ ബിസിനസ് മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്താൽ മതി. മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്ത പല രീതിയിലുള്ള ഫണല് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫണലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ബിൽഡ് ട്രസ്റ്റ്, കൺവർഷൻ, റിട്ടൻഷൻ, റെഫറൻസ്. അറ്റൻഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, ആളുകളെ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക. അത് SEO ചെയ്തിട്ട്, ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ട്, കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്തിട്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്തിട്ട്, മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിലോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇൻട്രസ്റ്റ്, അറ്റൻഷൻ ചെയ്ത ആളുകളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുക. അഥവാ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് ആഡ്സുകൾ റൺ ചെയ്തിട്ട്, ഫ്രീ ട്രയൽസ് കൊടുത്തിട്ട്. പിന്നെ ബിൽഡ് ട്രസ്റ്റ്, അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ചെയ്യുന്ന ഡെമോ ക്ലാസ്, സെമിനാർസ്, പിന്നെ അതേപോലെ തന്നെ വീഡിയോ ടെസ്റ്റിമോണിയൽ, ഇതൊക്കെ നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യാം. പിന്നെ കൺവേർഷൻ, അവരെ ബിസിനസ്സിലേക്ക് ഒരു കൺവേർട്ട് ചെയ്യിപ്പിക്കുക. അത് 1-to-1 കോൾ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻസി ഓഫർ കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്ത ആളുകളെ പിന്നെ അവരെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വല്ലാതെ ഫോക്കസ് ചെയ്യില്ല. അപ്പൊ റിട്ടൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സർവീസ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പിന്നെ നല്ല രീതിയിൽ ആ കസ്റ്റമറിന് സപ്പോർട്ട് കൊടുക്കണം. പിന്നെ റെഫറൽസ്, അവരെ കൊണ്ട് റെഫർ ചെയ്യിപ്പിക്കാം. റെഫറൽ ചെയ്താൽ അവർക്ക് റിവാർഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഫണൽ ടാബിൽ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഫണൽ ടാബ്